അലസത ഒരിക്കലും നല്ല ഒരു ഭാവമല്ല. അലസത മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. അത് പലപ്പോഴും നമ്മിൽ നിന്ന് അന്യമായിട്ട് പലതും കാണുമ്പോഴാണ് ഉണ്ടാകും. ഉപനിഷത്തുക്കളൊക്കെ പറയുമല്ലോ, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്നേത് മോഹം എന്നേത് ശോകം. ഇത് പാടാനും പറയാനും പ്രസംഗിക്കാനും എല്ലാം കൊള്ളാം, പക്ഷെ അനുഭവിക്കാൻ വലിയ പാടാണ്. അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ പുലിനെപ്പോലും പുഴുകും, പുഴുവിനെപ്പോലും കൗതുകപൂർവ്വം നോക്കും, വസന്തത്തെ വിടർന്ന കണ്ണുകൾ കൊണ്ട് ആശ്ലേഷിക്കും. ഇത് വല്ലാത്ത അനുഭവം. അപ്പോൾ അനുഭവിയാതറിവിയില എന്ന ഗുരുവാക്ക് ഞാൻ ചേർത്ത് വായിക്കുക. അനുഭവിക്കണം, എല്ലാത്തിനെയും നമ്മൾ അനുഭവിക്കണം. എങ്ങനെയാണ്? സൗഹൃദത്തെപ്പോലും നമ്മൾ അനുഭവിക്കണം, വേദനിപ്പിക്കാത്ത രീതിയിൽ അനുഭവിപ്പിക്കുന്നതാണ്. കൊല്ലാത്തൊരു അവസ്ഥയാണത്. അപ്പം അതിന് അലസത പാടില്ല. മോഹപക്ഷികളാണ് പലപ്പോഴും നമ്മൾ ജനാധിപത്യമല്ല, ജനാധിപത്യമുണ്ട്, പക്ഷേ ഇരുളാധിപത്യം നമ്മളെ കേടുപിടിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഈ 5 ഇന്ദ്രിയങ്ങളും നമ്മളോട് പലപ്പോഴും നീതി പുലർത്തുന്നില്ല. കണ്ണുകൾക്ക് നല്ല നല്ല കാഴ്ചകൾ കാണണമെന്നുള്ള ആഗ്രഹം, ചെവികൾക്ക് കൂടുതൽ നല്ല കേൾവികൾ വേണമെന്നുള്ള ആഗ്രഹം. ഇതിലേറ്റവും അപകടകാരി നാവാണ്. നല്ല നല്ല രസങ്ങൾ അനുഭവിക്കണം. ജിലേബി കഴിക്കണം, ലഡു കഴിക്കണം, കപ്പലണ്ടി മിഠായി കഴിക്കണം, പായസം കഴിക്കും. ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് പുതിയിരുന്നതാണ്. ഈ തൊണ്ടയിൽ നിന്നിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കഴിയും. ഇവിടം വരെ ഉള്ളു ഈ പറഞ്ഞ രസം. ഇത് ഗുരു അറിഞ്ഞിരുന്നു. നാറും നളികയിലേറി ഒളിമുതലാം പഴം 5 ഉണ്ടുനാറും നളികയിലേറി നയേനമാറിയാടും കിളികളെ 5 അരിഞ്ഞു കീഴ്മറിക്കും വെളിപുരുവേന്തിയകം വിളങ്ങിടുകയാണ്. അത്ര മനോഹരമായി. നാറും നളികയെന്ന ശരീരം നാറും നളികയെന്നാണ് ഗുരു പറയുന്നത്. ആത്മാവിൻ്റെ പാട്ടാണ് കേട്ടോ. ആത്മാവ് പാടുകയാണ് ഗുരുവിൻ്റെ. നമ്മുടെ ജീവിതം തന്നെയാണ്. ഒളിമുതലാം പഴം 5 പഴങ്ങളാണ്: ശബ്ദം, സ്പർശം, രസം, ഗന്ധം, ഇതെല്ലാം കൂടി ഇത് നാറും നളികയിലേറി ആകെ ചിറകിട്ടടിക്കുകയാണ് ഈ കൂട്ടിക്കിടന്നിട്ട് കിളികൾ. ഈ കിളികളെ അരിഞ്ഞു കീഴ്മറിക്കും വെളിവുരു. ഈ വെളിവുരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യാഖ്യാതാക്കൾ പലപ്പോഴും വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലാക്കിയിട്ടുള്ളതാണ്. കാരണം അതൊരു ഒരു തത്വജ്ഞാനി അല്ലെങ്കിൽ ഒരു വിവേകശാലി എന്ന് അഭിമാനിക്കാത്ത ഒരു മനസ്സിനെ മരവുരിയൂടിച്ചൊരു മനുഷ്യൻ എന്നൊക്കെ പറയാം. മനസ്സിനെ മരവുരിയൂടിച്ച ആൾ, പുറമേ മരവുരി ചൂടാതെ, പുറമേ കാഷായം ധരിക്കാതെ മനസ്സിനെ മരവുരിയൂടിച്ച ആൾക്കാരുണ്ട്. അവർക്ക് മാത്രമുള്ളതാണ്. അത് തരുവിനടിക്ക് തപസ് ചെയ്തു വാഴും നരനാണ്. അവൻ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാനാണ്. അവൻ നയമറിയും നരനാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രം കരഗതമാകുന്നൊരവസ്ഥയാണ്. അവർക്കെന്ത് സംഭവിക്കും? അവരിതിനെയൊക്കെ നിയന്ത്രിക്കും. അവർക്കറിയാം ഇത് ഈ തൽക്കാല സുഖം മാത്രമേ ഉള്ളൂ. ഇതാണ് നല്ലൊരു പായസം കഴിക്കുക, നല്ലൊരു മധുരപലഹാരം കഴിക്കുക. അത് ഞാൻ എന്നെ രോഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് പോലും അറിയാതെ കഴിച്ചു. കാരണം എനിക്കധികം അടുത്ത പ്രഭാതം കാണാൻ അവസരം ഉണ്ടാകാത്തൊരു സാധനമാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. രുചിയാത്മ അത് അപകടകരം. അത് ഗുരു പറഞ്ഞതാണ്. ഈ കിളികളെ 5 അരിഞ്ഞ് ഇതിനെ, കാരണം ഒരിക്കലും കൊല്ലുക എന്ന് ഗുരുവുള്ളത് ഗുരുവിൻ്റെ ജീവിതത്തിലുള്ള കാര്യമല്ല. ഒന്നിനെയും ഹിംസിക്കുക. ഇവിടെ എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കിളികളെ 5 അരിഞ്ഞ് കീഴ്മറിക്കുമെന്ന് പറയും. അത് ഒരു വല്ലാത്ത അഹിംസയാണ്. ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഗുരു എറുമ്പിനെ അതുപോലെ എന്നാണ്. അതുപോലെ അത് നമ്മുടെ ചവിട്ടടിയിൽപ്പെട്ടൊക്കെ എത്രയോ എറുമ്പുകളാണ് ദിവസവും മരിച്ചു പോകുന്നത്. അതും അറിയാതെ സംഭവിക്കുന്നു. പക്ഷെ അറിഞ്ഞുകൊണ്ടൊരിക്കലും നമ്മൾ എറുമ്പ് എന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞൊരിക്കലും എറുമ്പിനെ ചെല്ലാറില്ല. വസ്തുതയാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ കിളികളെ 5 അരിഞ്ഞ് കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് ഒരു ഉപമ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനെ കൊല്ലുക എന്നുള്ളതാണ്. എങ്ങനെ കൊല്ലുക? അത് അപകടകാരിയാണ്. അതിന് ജീവനുള്ളതാണ് ഈ രസങ്ങൾ, ആ കാമങ്ങൾ. ഇതിനെയൊക്കെ നമ്മൾ അരിഞ്ഞ് കീഴ്മറിക്കുക, ഇല്ലാതാക്കുക. എന്നാലും നമുക്കത് എനിക്ക് സ്വച്ഛമായി ജീവിക്കാം. ഇതിന്ന്
എനിക്ക് മാത്രം, മൃഗങ്ങൾക്ക് സംഭവിക്കുന്നില്ല. മൃഗങ്ങൾ അത് അതിൻ്റെതായ വഴിക്ക് വിടും. മനുഷ്യൻ അതല്ല. മനുഷ്യന് ഈശ്വരീയമായ ഭാവമുള്ളവനാണ്, സമുന്നതമായ ജന്മമാണെന്നാണ് പറയുന്നത്. മറ്റുള്ള കോഴിയും കാക്കയും പൂച്ചയും എല്ലാം ജീവനുള്ളവർ തന്നെ. പക്ഷെ അത് വേറൊരു അത് ജനിച്ച പാട് നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ല. ആലോചിച്ച് നോക്കുക. ഒരു പൂച്ചയ്ക്ക് വസ്ത്രമുണ്ടോ? ഒരു കോഴിക്ക് ഒരു കാക്കയ്ക്ക് വസ്ത്രമുണ്ട്? ഇല്ല. പക്ഷെ മനുഷ്യന് വസ്ത്രമുണ്ട്. അവൻ വസ്ത്രം കണ്ടുപിടിച്ചു. കാരണം ജനിച്ചപ്പോൾ അവന് വസ്ത്രമില്ലായിരുന്നു. അവൻ സമരം ചെയ്തു. അവൻ പ്രകൃതിക്കെതിരെ സമരം ചെയ്തു. അങ്ങനെ പ്രകൃതിയിൽ നിന്ന് അവനെന്ത് ഈ പ്രകൃതിയുടെ തന്നെ വസ്ത്രാഞ്ചലം പിടിച്ചു പറിച്ച് സ്വയം ഉടുക്കുന്നത് പോലെ പ്രകൃതി ഭൂമിയ അമ്മയുടെ ഒരു ഭാഗം അവന് മരത്തോലെടുത്ത് കൊടുത്തു. അവൻ നഗ്നത മറച്ചു. പിന്നെ എന്താ അവൻ ചെയ്തത്? ഭയങ്കര ചൂട്, കിടക്കാൻ നിവൃത്തിയില്ല. അവൻ പങ്ക കണ്ടുപിടിച്ചു, ഫാൻ കണ്ടുപിടിച്ചു, പങ്ക. അങ്ങനെ അവൻ ചൂടിന് നേരിട്ടു. തണുപ്പ്, അസഹ്യമായ തണുപ്പ്. അവൻ കമ്പിളിക്കുള്ളിൽ അഭയം തേടി, കമ്പിളി കണ്ടുപിടിച്ചു. അവിടെ സമരമാണ്, നിരന്തരമായ സമരം ചെയ്യും. എല്ലാത്തിനും സമരം ചെയ്യുകയാണ്. എല്ലാത്തിനും പ്രകൃതിക്കെതിരെ അവൻ സമരം ചെയ്യുകയാണ്. പണ്ട് ഇവിടെയൊക്കെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ആ നാട്ടുരാജാക്കന്മാർ എല്ലാത്തിനെയും സർദാർ വല്ലഭായ് പട്ടേലാണ് അയാളുടെ ബുദ്ധിശാലയിലുണ്ടായ ചില ബുദ്ധിശാലയിലെ ആയുധങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഇവരെല്ലാം ഭയപ്പെടുത്തി ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കി. ഒരേക്കറിലൊരു രാജാവായിരുന്നു പണ്ട്. മാർത്താണ്ഡവർമ്മയെല്ലാം തിരുവിതാംകൂറൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തിട്ടാണ്. ഒരു രാജ്യം മറ്റൊരാൾ യുദ്ധം ചെയ്യും. അവർക്കൊരു മനുഷ്യർക്ക് മറ്റു മനുഷ്യർക്ക് അപ്പോൾ പിടിച്ചെടുക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ പിടിച്ചെടുത്ത് ഇതെല്ലായിടത്തും നടക്കുന്നതാണ്. അവസാനം ഞാൻ സമരം ചെയ്യുന്നത് എന്നോട് തന്നെയാണ്. എൻ്റെ ചീത്ത വാസനകളോട്, എൻ്റെ മൃഗീയതകളോട്, എൻ്റെ ചീത്ത വാക്കുകളോടൊക്കെ ഞാൻ സമരം ചെയ്യാൻ. ആരും കൊട്ടിഘോഷിക്കുന്ന പെരുമ്പറം വെക്കുന്നില്ല, പാഞ്ചജന്യം മുഴക്കുന്നില്ല, പടപ്പുറപ്പാടുണ്ടാവുന്നില്ല. അത് സ്വയം ചെയ്യുകയാണത്. അവിടെ നിന്നാണ് പുതിയ പുതിയ സംസ്കാരങ്ങൾ. ഹരപ്പോ മോഹൻജോദാരോ സംസ്കാരമൊന്നുമല്ല. സംസ്കാരം ഞാനുണ്ടാക്കുന്ന സംസ്കാരമാണ്. എൻ്റെ വിവേകമാണ്, എൻ്റെ ദൈവീകത, എന്നിലുള്ള ദൈവീകതയുടെ അംശമാണ് ഞാൻ കാണിക്കുന്നത്. ശുദ്ധമായ വാക്കുകളായിട്ട്, ഓതും മൊഴികളായിട്ട് വരികയാണ് ഇവിടെ. ഇതൊക്കെ നമ്മളെക്കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ മനുഷ്യൻ, ആത്യന്തികമായ മനുഷ്യൻ എന്തിൻ്റെ ഉടമയാണ്? അവൻ ഒരു ജന്മിയാണോ എന്ന് ചോദിച്ചാൽ അവന് ഏക്കർ കണക്കിന് ഭൂമിയാണ്. പക്ഷെ അവനുണ്ട് ഭൂമി. അത് ആത്മവിദ്യയുടെ ഇടമാണ്. അത് ശിവഗിരിയുടെ താഴ്വരയിൽ ഗുരു കാണിച്ചു തരുന്നുണ്ട്. ശാരദ, അറിവിൻ്റെ അമ്മ. ആ അറിവുണ്ടെങ്കിൽ, ആത്മജ്ഞാനമുണ്ടെങ്കിൽ, ആ അറിവ് കലാശാല വിദ്യാഭ്യാസം നേടുന്ന അറിവല്ല, ആത്മവിദ്യയുടെ അറിവാണ്. അതുണ്ടെങ്കിൽ അവന് എന്താ പറയേണ്ടത്, ഈ വിഭ്രമങ്ങളുണ്ടാകുകയില്ല. ഈ പറഞ്ഞ നേരത്തെയുള്ള ഇർളാധിപത്യം, ഇന്ദ്രിയങ്ങളുടെ ഇർളാധിപത്യത്തിനപ്പുറത്ത് അത് ഉള്ള ദൈവാധിപത്യത്തിലേക്ക്, ആ മേഖലകളിലേക്ക് ഉയരുക. അവൻ്റെ വിമലമായ മലയില്ലാത്ത, അഴുക്കില്ലാത്ത മനസ്സിനെ പോകാൻ സാധിക്കും. ഇത് ശാരദാ മഠത്തിലൊക്കെ വന്ന് തൊഴുത് മടങ്ങുമ്പോൾ മനസ്സിലാവും. കാരണം ഗുരു അങ്ങനെ ജീവിച്ച ആളാണ്. കാരണം ഈ മഠം ഉണ്ടാകുമ്പോൾ തന്നെ ഗുരു അത് പറഞ്ഞ, അന്ന് ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ മഠം ഇവിടെ അങ്ങനെ ഒരു അമ്പലമൊന്നും ഇല്ലായിരുന്നല്ലോ. ഗുരുവിൻ്റെ സ്നാനഘട്ടമായിരുന്നു ശാരദാ മഠം നിൽക്കുന്ന സ്ഥലം, സ്നാനഘട്ടം. അവിടെ ജ്ഞാനദേവത വന്ന് കടാക്ഷമുണ്ടായി. തലയിൽ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുന്ന സമയത്ത് ഗുരു അറിയാതെ പാടിപ്പോയി. ഒന്നായ മാമതിയിൽ നിന്നായിരം തിരുകൂടി വന്നാശു തന്മതി മറം നന്നാതിയിൽ പ്രിയം ഉയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെ. അന്നാദിയിൽ പ്രിയമുയർന്നു. ആഹാരകാര്യങ്ങളിൽ, അന്നം, ചോറ്, ആഹാരകാര്യങ്ങളുടെ കടലിൽ എത്ര മനോഹരമായിട്ടാണ് ആ കടലിൽ അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ വീണ് വലയുന്ന എനിക്ക് എങ്ങനെയാണ് ഒന്നായ മാമതിയുടെ മഹാ ഉദ്യാനത്തിലേക്ക് പോകാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. ഞാൻ ഇവിടെ തന്നെ ഒന്ന് നശിക്കുകയാണ്. രോഗം പിടിച്ച് ഞാൻ ഇല്ലാതെയാകുകയാണ്, ഞാൻ അവശനാവുകയാണ്. അതിന് എനിക്ക് ഇടവരുത്ത അത്ര മനോഹരമായ പ്രാർത്ഥന. അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അന്നാദിയിൽ പ്രിയം ഉയർന്ന ആടലാകുന്ന കടലിലാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും ആഗ്രഹം നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ഭക്ഷണം കഴിക്കണം. നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കി എത്ര ഹോട്ടലുകളാണ്, എത്ര വിഭവങ്ങളാണ് ഇരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയാണ്. വർണ്ണങ്ങളുടെയും ആഡംബരങ്ങളുടെയും
പക്ഷെ കേവലനായ മനുഷ്യൻ, അവനെന്നും കുളിച്ചു തൊഴുതു പോകാനൊരു അമ്പലം, ചിന്തയാ മണിമന്ദിരം, ഇതൊന്നും കാണാതെ പോകുന്നു. അതുകൊണ്ട് വളരെ ലാളിത്യമാർന്ന ഈ ഭാവം ഒരു അമ്പലത്തിനായിട്ട് വെള്ളമണൽപ്പരപ്പിൽ കൊച്ചമ്പലം, കാറ്റും വെളിച്ചവും കടക്കത്തക്ക രീതിയിൽ കാഴ്ച, ആ അമ്പലത്തിൻ്റെ കാഴ്ചയിൽ തന്നെ നമുക്ക് വിവേകഭാസുരമായ ഒരു അന്തരംഗം ഉണ്ടാകും അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഗുരു പാടിപ്പോയത്. നിറയെ മാങ്കനികളുള്ള മാങ്കൂട്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വെള്ളം കോരി തലയിൽ ശിരസിലൊഴിച്ച് കുളിക്കുമ്പോൾ സ്നാനവേളയിൽ ജ്ഞാനദേവതയുടെ ഒരു വിളയാട്ടം, അതാണ് ജനനീനവരത്. അതും ശിഷ്യന്മാർ, സംഗീതസ്വാമികളെ പോലുള്ള ശിഷ്യന്മാർ എഴുതി സൂക്ഷിച്ചാണ്. പിൽക്കാലത്ത് ജനനീ നവരത്നമരി എന്ന് പറയുന്ന മഹാകാവ്യമായി മാറി എന്ന് പറയുമ്പോൾ, നിങ്ങളിൽ വിശ്വങ്ങളെ ജയിക്കാൻ മതിയായ മംഗളമഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു എന്ന സഹോദരനയ്യപ്പൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയേ നിവൃത്തിയുള്ളൂ. അസാധ്യമായ ഒന്നും തന്നെ നമ്മളിലില്ല. എല്ലാ സാധ്യതകളും നമ്മൾ, പക്ഷേ നമ്മൾ അറിയുന്നില്ല. മുഖമാകുന്ന ആ വഴിത്താടുകളിലേക്ക് പോവുക. സ്നേഹത്തെ നാം തടവിലിടുകയാണ്. സ്നേഹത്തെ തടവിലിട്ടുകൊണ്ട് നാം എങ്ങോട്ട് പോവുകയാണ്? മോഹപക്ഷികൾ പറന്നു പോകുന്ന വഴിയിലേ പോവുകയാണ്. പിടിക്കാൻ വേണ്ടി എന്നെപ്പെടും അതകന്നകന്ന് പോവുകയാണ്. നമ്മൾ ഓടി ഓടി ഒരു കസ്തൂരിമാനിനെ പോലെ ജീവിതം അവസാനിക്കുകയാണ്. അതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാനും കഴിയുന്നത് നിത്യവും ഈ ചിന്തയാകുന്ന മണിമന്ദിരത്തിൽ തൊഴുതു മടങ്ങുവാൻ കഴിയുക. അതിന് വേണ്ടത് മന്ത്രങ്ങളല്ല, തന്ത്രങ്ങളുമല്ല, പിന്നെന്താണ്? പരിസരബോധമാണ്. നാം ജീവിക്കുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള ബോധമാണ്. ഒപ്പം നമ്മുടെ കഴിവും. എനിക്ക് മറ്റുള്ളതാവാൻ കഴിയില്ല, എനിക്ക് ഞാനാവാനേ കഴിയുള്ളൂ. എനിക്കൊരിക്കലും മാനാവാൻ കഴിയില്ല, മൈനയാവാൻ അറിയില്ല. മൈന പറക്കുകയാണ്, മാൻ ഓടുകയാണ്, കുയിൽ പാടുകയാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഞാനാവാനേ കഴിയുള്ളൂ. മൈനയാവാനും മാനാവാനും കുയിലാവാനും കഴിയാതെ മനുഷ്യനാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നന്നാവട്ടെ, ഏതുമാവട്ടെ, നന്നാവട്ടെ. ആര്? മനുഷ്യൻ നന്നാവട്ടെ. അവനിൽ നിറയെ ചന്ദനസുഗന്ധമുള്ള വാക്കുകൾ ഉണ്ടാവട്ടെ. ആ വാക്കുകൾ ആർക്കും അലോസരമുണ്ടാക്കാവുന്നതാവട്ടെ. ആ വാക്കുകൾ കേട്ട് അവൻ്റെ അന്തരംഗം ശാന്തമാവട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു മഹാത്മാവാണ് ശിവഗിരിയിൽ ചിരകാലം വാണരുളി ഇരുന്നത്. 73 വർഷക്കാലം എറുമ്പിനെ പോലും നോവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ ഈശാവാസ്യമിതം സർവം എന്ന മന്ത്രം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച പുണ്യാത്മാവ്. അതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ പേര് പറഞ്ഞ് ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുകയാണ്. ലോകരാജ്യങ്ങളിലേക്ക് മുഴുവൻ ഈ പേര് പറയുമ്പോൾ എല്ലാവരും ശിരസ് നമിക്കുകയാണ്. അസാധ്യമായ ലോകത്തൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട്, ഈ ലോക ജീവിതത്തിന് മുന്നിൽ നമ്മുടെ ശിരസ്കായി നിന്നുകൊണ്ട് ഒരു അവനവൻ്റെ കർമ്മം ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പല സാധ്യതകളും ഉണ്ടാകും. അങ്ങനെ സാധ്യതകൾ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ ഉണ്ടായിക്കൊള്ളും. നമ്മളായിട്ട് അതിനുണ്ടാകേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നാമായിരിക്കാനേ പറ്റുകയുള്ളൂ. എനിക്ക് ഞാനായിരിക്കാനേ പറ്റുകയുള്ളൂ. മറ്റുള്ളവരാവാൻ കഴിയില്ല. അതിനുവേണ്ടി ശ്രമിക്കുക, നിരന്തരം ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരൻ്റെ സുഖത്തിൽ, അവരപ്രിയത്വമാണ് ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ഏകമായ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ അവരപ്രിയം. എല്ലാത്തിനും മറ്റുള്ളവനോടുള്ള വല്ലാത്ത ശ്രദ്ധ, പരിഗണനയുണ്ട്. തന്നെ മാത്രമല്ല, മറ്റുള്ളവരോടുള്ള പരിഗണന, ആ പരിഗണന നമുക്കതില്ലാതെ വരുമ്പോഴാണ് സ്വാർത്ഥതയുള്ളവൻ ഒരിക്കലും ചിന്തയാമണി മന്ദിരത്തിലെ കവാടങ്ങൾ തുറക്കുകയില്ല. അവൻ അദൃശ്യമാകുകയില്ല. ചിന്തയാമണി മന്ദിരം പണിതിരിക്കുന്നത് കല്ലും കമ്പിയും സിമെൻറ്റും കൊണ്ടല്ല. പിന്നെയോ അത് വേദത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ഭാവമാണ്. തിരിച്ചറിവുകൾ കൊണ്ടാണ് അത് കൊണ്ടിരിക്കുന്നത്. അത് ഈശ്വരൻ്റെ വിശ്വാസമാണ് അതിലുള്ളത്. അത് ചന്തമേറിയ പൂവിലും ശബളാഭമായ ശലഭത്തിലും സതതം കരുതാരി എന്ന പോലെ എങ്ങനെയാണോ അരുണകിരണങ്ങൾ അവയെ തലോടി ഉണർത്തുന്ന അതുപോലെ ചെയ്യുന്ന വിവേചനമില്ലാത്തൊരു അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാക്കിത്തരുന്നൊരമ്പലമാണ്. അദൃശ്യമാണത്, പക്ഷെ അനുഭവസ്ഥമാണ്. ദൃക്കുള്ളവനെല്ലാം
ഉള്ളവർക്കെല്ലാം അമ്പലം എപ്പോഴും കാണാം. അതാണ്. ആ അമ്പലത്തിൽ തൊഴുത് മടങ്ങിയവരാണ് ഇന്ന് നമ്മൾ തൊഴുന്ന പലരും. നമ്മൾ ഇന്ന് തൊഴുത് പൂജിക്കുന്ന പല മഹാത്മാക്കളും ആ അമ്പലത്തിൽ നിത്യ ഉപാസകരായിരുന്നു. അതാണ്. അപ്പം അങ്ങനെ ഒരു ജീവിതചര്യ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ സംഭവിക്കും, നമ്മളൊരിക്കലും കാലത്തെ പഴിക്കുന്നില്ല, നമ്മൾ സമയത്തെ പഴിക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യുന്നു? ഇതെല്ലാം നമുക്ക് ജഗദീശ്വരൻ നമുക്കായി തന്നിട്ടുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സമയത്തെ ഒരു ഭാരമായി കാണാതെ സമയത്തെ നമ്മുടെ തന്നെ ഭാവമായി കാണുമ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നത്, ഉൾക്കരുത്തുണ്ടാകുന്നത്. ആ ഉൾക്കരുത്ത് നൽകുന്ന ഇടമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇടം. ആ ഇടത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതൊന്നുമില്ല, ഉടുത്തൊരുങ്ങി പോകേണ്ടതൊന്നുമില്ല. ആ ഇടം ഞാൻ തന്നെയാണ്. അതാണ് എപ്പോഴും മനുഷ്യന് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതാണ്, ആ ഭാവമാണ് ഞാനെന്ന ഭാവം. ഇത് തോന്നായിക വേണമില്ല, തോന്നുന്നതായ നാരായണായ നമ. ഹരിനാമകീർത്തനത്തിൽ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബലമിണ്ടാവതല്ല മമ, പണ്ടേ കണക്ക് ഒരുവാൻ കൃപാവലികളുണ്ടാകാൻ നാരായണായ നമ. ഇത് വല്ലാത്തൊരു സത്യമാണ്. കാരണം അവിടെ ഈ രണ്ടെന്നുള്ള ഭാവത്താണ് ഭയം ഉണ്ടാകുന്നത്. രണ്ടെന്നുള്ള ഭയം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അഭയം തന്നെ. ഞാൻ മാത്രം എൻ്റെ തന്നെ ഭാവങ്ങളാണെന്ന് അറിയുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആരെയും തോൽപ്പിക്കാൻ ആരും തോൽക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല, ഞാൻ മാത്രം. അതുകൊണ്ട് നിരന്തരം ഈ മന്ദിരത്തിൽ വന്ന് തൊഴുത് മടങ്ങുവാൻ നമുക്ക് ഏവർക്കും കെൽപ്പുണ്ടാവട്ടെ. നമസ്കാരം.